പ്ലസ് ടു ബോർഡ് എക്സാം ഒക്കെ കഴിഞ്ഞ് എയിംസ് ജിപ്മർ പോലെയുള്ള ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് ഡോക്ടർ ആകുക എന്ന സ്വപ്നം കാണുന്നവർക്കായിട്ട് സൈലം ഒരു 1 ഇയർ റിപ്പീറ്റർ പ്രോഗ്രാമുമായിട്ട് നിങ്ങളിലേക്ക് എത്തുകയാണ്. മക്കളെ, ഓഫ്ലൈൻ ആയിട്ടൊരു ഹൈബ്രിഡ് ഫോർമാറ്റിലായിരിക്കും സൈലത്തിന്റെ റിപ്പീറ്റർ പ്രോഗ്രാം നടത്തുക. കളേർഡ് മെറ്റീരിയൽ ഒക്കെ ആയിട്ടൊരു അടിപൊളി സ്ട്രക്ചേർഡ് കോഴ്സിലൂടെ ആയിരിക്കും നിങ്ങൾ കടന്നു പോകാൻ വേണ്ടി പോകുന്നത്. ആൻഡ് അതിന്റെ ആദ്യ ബാച്ചിന്റെ ക്ലാസ്സുകൾ മെയ് 15 നമ്മൾ ആരംഭിക്കാൻ വേണ്ടി പോവാണ്. മെയ് 15 തുടങ്ങുന്ന ക്ലാസ് ഡിസംബർ 15 ആകുമ്പോൾ നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യും. 2 മാസത്തെ റിവിഷൻ ആയിരിക്കും. ആൻഡ് വീണ്ടും ഒരു 2 മാസം നിങ്ങളെ പ്രീ നീറ്റ് എക്സാംസും എഴുതിച്ചിട്ടാണ് നമ്മൾ നീറ്റ് എക്സാമിന് വേണ്ടി മെയ് മാസത്തിൽ നിങ്ങളെ വിടുക. അപ്പൊ അത്രയും കൃത്യമായ ഒരു സ്ട്രക്ചേർഡ് ഫോർമാറ്റിലൂടെ ആയിരിക്കും നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഒരു ഹൈബ്രിഡ് ഫോർമാറ്റ് ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞു. കേരളത്തിൽ ഒരു സ്ഥലത്തും നടത്താത്ത രീതിയിലുള്ള ഒരു കൃത്യമായ ഹൈബ്രിഡ് സ്ട്രക്ചേർഡ് പ്ലാനിലൂടെ ആയിരിക്കും സൈലത്തിന്റെ റിപ്പീറ്റർ പ്രോഗ്രാം പോകുന്നത്. അപ്പോൾ എന്താണ് ഹൈബ്രിഡ് ഫോർമാറ്റ് എന്ന് നിങ്ങൾക്ക് പലർക്കും സംശയം ഉണ്ടായിരിക്കും. അതായത് നമ്മൾ ഒരു നോർമൽ ഒരു സ്റ്റഡിങ് മെത്തേഡിന് അപ്പുറത്തേക്ക് കുട്ടികളെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ ഹൈബ്രിഡ് സ്ട്രക്ചർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ദിവസം നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം കിട്ടും. ഒരു ദിവസം നിങ്ങൾക്ക് കൃത്യമായി പഠിക്കാൻ സമയം കിട്ടും. അതായത് നിങ്ങൾക്ക് കൃത്യം ടോപ്പിക്ക് തരും. ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, ഈ 4 ടോപ്പിക്ക് നമ്മൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് ആദ്യമേ പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഫസ്റ്റ് ഡേ നിങ്ങൾ ഹോസ്റ്റലിലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലായിരിക്കും. അപ്പോൾ നിങ്ങൾ ഡേ സ്കോളർ ആണ്, വീട്ടിലായിരിക്കും. ഹോസ്റ്റലിലായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഡേ നിങ്ങൾ അവിടെ ഇരുന്നിട്ട് ഓൺലൈനിൽ എന്ത് ചെയ്യും? കിടിലമായിട്ട് ക്ലാസ്സുകൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഓൺലൈനിൽ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ആ ഓൺലൈനിൽ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? നോട്ട്സ് ആയിട്ട് എഴുതിയെടുക്കണ്ടേ? നിങ്ങൾ നോട്ട്സ് സാധാരണ രീതിയിൽ എഴുതിയെടുക്കുക അല്ലേ ഇവിടെ നടക്കാം. ഒരു ടോപ്പിക്കിന്റെ തിയറി, ആ തിയറിക്ക് ശേഷം വീഡിയോ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. വീഡിയോ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ് റൂം ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഇത്രയുമായിരിക്കും നമ്മുടെ ഈ കളേർഡ് DPPയിൽ ഉണ്ടാകുക. അപ്പം ഒരു ഫാക്കൽറ്റി ഓൺലൈനിൽ എന്ത് ചെയ്യും? നിങ്ങളെ ഫസ്റ്റ് ഡേയിൽ ഓൺലൈനിൽ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ക്ലാസ് എടുക്കുന്നു, ഓൺലൈൻ ക്ലാസ് എന്ത് ചെയ്യുന്നു? കാണുന്നു. 1 മണിക്കൂറൊക്കെ ആയിരിക്കും ഒരു സബ്ജക്റ്റിന് ഉണ്ടാകുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ആദ്യമേ ഓൺലൈൻ ക്ലാസ് ഒരു ടോപ്പിക്ക് കാണുന്നു. അതിൻ്റെ താഴെ ഫാക്കൽറ്റി എന്ത് ചെയ്യും? ഓൺലൈനിൽ ക്വസ്റ്റ്യൻസ് ചെയ്യും. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് എഴുതാൻ വേണ്ടി നിങ്ങൾക്ക് DPPയിൽ എന്ത് ചെയ്യും? ഓൺലൈൻ എവിടെയാണോ നിങ്ങൾ എഴുതുന്നത് അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും? കൃത്യമായിട്ടുള്ള സ്ഥലമുണ്ടാവും. അപ്പോൾ അവിടെ നിങ്ങൾ ഓൺലൈൻ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? ഒരു തവണ ആ ഒരു ടോപ്പിക്ക് നന്നായി പഠിച്ചു. നിങ്ങളുടെ മെറ്റീരിയലും ഉണ്ടാകും നിങ്ങൾക്ക് കൂടുതൽ ചോദ്യം ചെയ്യാൻ. അവിടുന്ന് നിങ്ങൾ ചോദ്യം ചെയ്ത് പഠിച്ചു. അങ്ങനെ നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഇരുന്ന് പഠിക്കുന്നു. അതായത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല, നമ്മളൊരു ക്ലാസ്സിന് പോകുന്നതിന് മുമ്പേ നമ്മളൊരു ക്ലാസ് നന്നായി പ്രിപ്പയർ ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് ക്ലാസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. മാത്രവുമല്ല നിങ്ങൾക്ക് ക്ലാസ് ശ്രദ്ധിക്കാൻ തോന്നുകയും ചെയ്യും. ആൻഡ് മാത്രമല്ല സാർ എവിടെ വരെ പഠിപ്പിക്കും എന്നൊക്കെ കൃത്യമായ ധാരണ നിങ്ങൾക്കും ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടായിരിക്കും പിറ്റേ ദിവസം രാവിലെ നമ്മൾ എന്ത് ചെയ്യുക? ഓഫ്ലൈൻ ക്ലാസ്സിലേക്ക് വരിക. അപ്പോൾ നമ്മൾ ആദ്യമേ എന്ത് ചെയ്തു? സ്റ്റഡി എന്ന പ്രോസസ്സ്, ആക്റ്റീവ് നിങ്ങളുടെ സ്റ്റഡി എന്ന പ്രോസസ്സ് നൽകി അല്ലേ? ആദ്യം നമ്മൾ അതാണ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? പിറ്റേ ദിവസം രാവിലെ ക്ലാസ്സിലേക്ക് വരും. ക്ലാസ്സിൽ നിങ്ങൾ 9 മണിക്കാണ് എത്തുന്നതെങ്കിൽ 9 തൊട്ട് 9:30 വരെ ഒരു മിനി നീറ്റ് ഫോർമാറ്റിൽ എന്ത് ചെയ്യും? എക്സാംസ് നടത്തും. അതായത് നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പേ പഠിപ്പിക്കാൻ പോകുന്ന ടോപ്പിക്കിന്റെ എക്സാം ഇടുക എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു ഫീൽ ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക തരിക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? രാവിലെ എക്സാംസ് കണ്ടക്ട് ചെയ്യും. ഈ എക്സാംസും കഴിഞ്ഞിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഓഫ്ലൈൻ ക്ലാസ്സിലേക്ക്, ആ ടോപ്പിക്കിന്റെ ഓഫ്ലൈൻ ക്ലാസ്സിലേക്ക് ഇരിക്കാൻ വേണ്ടി പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ പഠിച്ചു, ആ പഠിച്ചിട്ട് ഒരു എന്ത് ചെയ്തു? നിങ്ങളുടെ ഓൺലൈൻ സ്റ്റാർ ഫാക്കൽറ്റീസിന്റെ ക്ലാസ്സുകൾ കണ്ട് നിങ്ങൾ എന്ത് ചെയ്തു? കൃത്യമായ ആ കാര്യം പഠിച്ച്, ആ പഠിച്ച കാര്യങ്ങളെല്ലാം അല്ലെ, ടോപ്പിക് നമ്പർ 1ന്റെ കൃത്യമായ തിയറി അവിടെ ഉണ്ടാകും. തിയറി കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എഴുതാനുള്ള സ്ഥലവും അവിടെ ഉണ്ടാകും. അപ്പോൾ ആ ടോപ്പിക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം പഠിച്ച് നിങ്ങൾ കൂടുതൽ ചോദ്യങ്ങളും ചെയ്തിട്ടാണ് ക്ലാസ് റൂമിലേക്ക് എന്ത് ചെയ്യുക? വരിക. ക്ലാസ് റൂമിൽ ആദ്യം എന്ത് ചെയ്യും? എക്സാം നടക്കും. എക്സാം നടക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് കുറേ സംശയങ്ങൾ ഉണ്ടായിരിക്കും. എക്സാമിൽ എഴുതിയ ചോദ്യത്തിലെ സംശയമായിരിക്കും, തലേദിവസം പഠിച്ച സംശയമായിരിക്കും. ഇതെല്ലാം കൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ക്ലാസ് റൂമിലേക്ക് ഇരിക്കാൻ വേണ്ടി പോകുന്നത് തൊട്ടടുത്ത ദിവസം. ആ തൊട്ടടുത്ത ദിവസം സാറ് ഓഫ്ലൈനിലെ സ്റ്റാർ ഫാക്കൽറ്റി ക്ലാസ് റൂമിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും? ആ ടോപ്പിക്ക് ഒന്നും കൂടെ പറഞ്ഞു തരും. ആ ഒന്നും കൂടെ പറഞ്ഞു തരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സത്യത്തിൽ എന്താണ്? ഒരു റിവിഷനും കൂടെയാണ് നടക്കുന്നത്. എപ്പോഴും നമ്മുടെ എൻട്രൻസ് എക്സാമിനല്ലേ ഏത് പഠന രീതിയിലായാലും റെപ്പറ്റീഷൻ എന്ന് പറഞ്ഞ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക? പഠിക്കാൻ വേണ്ടി പറ്റുക. അപ്പോൾ ക്ലാസ് റൂമിലെ ഫാക്കൽറ്റീസ് എന്ത് ചെയ്യും? ഒന്നും കൂടെ ആ ടോപ്പിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് കൂടുതൽ ചോദ്യങ്ങൾ എന്ത് ചെയ്യും? ചെയ്തിരിക്കും. അതായത് നിങ്ങൾ വീഡിയോയിൽ കണ്ട ചോദ്യങ്ങളെ ആയിരിക്കത്തില്ല ക്ലാസ് റൂമിൽ ചെയ്യുക. വേറെ അതിലെ തന്നെ വേറെ ടൈപ്പോ അല്ലെങ്കിൽ വേറെ ന്യൂമറിക്കൽ വരുന്ന ചോദ്യങ്ങൾ നിങ്ങളെ ചെയ്യിച്ചിട്ട് വീണ്ടും ആ ടോപ്പിക്ക് തറവാക്കും. നിങ്ങൾക്ക് വരുന്ന സംശയങ്ങൾ കാര്യങ്ങളൊക്കെ അവർ എന്ത് ചെയ്യും? ക്ലാസ് റൂമിൽ വെച്ച് തീർത്തും തരും. ഇങ്ങനെയാണ്
കൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ടോപ്പിക്കിന്റെ സൈക്കിൾ തീരുക. നിങ്ങൾ തന്നെ പഠിക്കുന്നു, നിങ്ങൾ എക്സാം എഴുതുന്നു, നിങ്ങൾ ഓഫ്ലൈൻ ടീച്ചർ വന്ന് നിങ്ങൾക്ക് വീണ്ടും അതൊന്നും കൂടെ പറഞ്ഞു തന്നിട്ട് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്തിട്ടായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ടോപ്പിക്ക് നന്നായി പഠിക്കുക. തൊട്ടടുത്ത ദിവസത്തെ ടോപ്പിക്ക് നമ്മൾ എന്ത് ചെയ്യും, അന്ന് വൈകുന്നേരം നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മെറ്റീരിയൽ തന്നെ കൃത്യമായി സൊല്യൂഷനിൽ ഡേ 1 ഡേ 2 ഡേ 3 എന്ന മെറ്റീരിയൽ, ഇപ്പോൾ സൊല്യൂഷൻ ആണെങ്കിൽ ഡേ 1 ഡേ 2 ഡേ 3 എന്ന മെറ്റീരിയൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, കൃത്യമായി എഴുതിയിട്ടുണ്ടാവും. ഓരോ ചാപ്റ്ററിന്റെ സ്പ്ലിറ്റപ്പ് എന്ത് ചെയ്തിട്ടുണ്ടാവും, അതിനകത്തെ കണ്ടന്റ്സ് കൃത്യമായി ഫ്രണ്ട് പേജിൽ എന്ത് ചെയ്തിട്ടുണ്ടാകും, തന്നിട്ടുണ്ടാകും. ഓരോ ദിവസവും നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളത്. അപ്പം നിങ്ങൾ നോക്കുക, ഈ ഒരു കളേർഡ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഒരു ചാപ്റ്ററാണ്. ഇങ്ങനെ കൃത്യമായ ഓരോ ചാപ്റ്ററിനും എന്തുണ്ട്, ഓരോ കളേർഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ട്. അപ്പം നിങ്ങൾ ഓൺലൈനിൽ എന്തൊക്കെ പഠിച്ചാലും ഓഫ്ലൈനിൽ എന്തൊക്കെ പഠിച്ചാലും അതെല്ലാം ഒരു ചാപ്റ്ററിന്റെ ഒരു മെറ്റീരിയലിനകത്ത് കൃത്യമായി എന്ത് ചെയ്തിട്ടുണ്ടാവും, ഓൾറെഡി ടൈപ്പ് ചെയ്ത് തന്നിട്ടുണ്ടാവും. നിങ്ങൾ അവിടെ ആൻസർ എഴുതുക എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെയും കൂടെ ആൻസർ ചെയ്യുന്ന ഒരു കോളമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളും ആ ഒരു മെറ്റീരിയലിന്റെ ഭാഗമാകും. അങ്ങനെ ഒരു കൃത്യമായ സ്ട്രക്ചേർഡ് വേയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ക്ലാസ്സുകൾ കൊണ്ടുപോവുക. ആൻഡ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു മോഡൽ ആയതുകൊണ്ട് തന്നെ കേരളത്തിലെ എല്ലാ ഫാക്കൽറ്റീസും ഒരേ ഒരു സെറ്റ് ഓഫ് കണ്ടന്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, സൈലത്തിൽ പഠിപ്പിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരേ ക്വാളിറ്റി കണ്ടന്റുകൾ എല്ലായിടത്തും എല്ലാ ക്ലാസ് റൂമിലും ആക്സസബിൾ ആകും എന്നുള്ളതാണ് ഈ ഒരു സ്ട്രക്ചറിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പം കാലിക്കറ്റ് ആയാലും, ഇപ്പം നമ്മുടെ ഹൈബ്രിഡ് സെന്ററുകൾ വരുന്ന കാലിക്കറ്റ് ആയാലും, തൃശ്ശൂർ ആയാലും, കോട്ടയം ആയാലും, ട്രിവാൻഡ്രം ആയാലും, ഇവിടെ എല്ലായിടത്തും ഒരേ പാറ്റേൺ ഓഫ് ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നൽകാൻ വേണ്ടി പോകുന്നത്. ആൻഡ് പുതിയ തുടങ്ങാൻ പോകുന്ന കോയമ്പത്തൂർ ആയാലും. അപ്പം ഈ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വേയിലായിരിക്കും സൈലത്തിന്റെ ഹൈബ്രിഡ് പ്രോഗ്രാം മുമ്പോട്ട് പോകുന്നത്. അതിന്റെ ആദ്യ ബാച്ച് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഏറ്റവും ഏർലിയർ ആയിട്ട് എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് കാര്യം. നമുക്ക് എല്ലാവർക്കും എന്താണ് എക്സാം വരിക, മെയിലായിരിക്കും അടുത്ത മെയിൽ. അപ്പോൾ ആ മെയിൽ മുമ്പ് നമുക്കുള്ള സമയം എല്ലാവർക്കും ഒരുപോലെയാണ്. വളരെ നേരത്തെ തുടങ്ങിയാൽ നിങ്ങൾക്ക് നേരത്തെ എന്ത് ചെയ്യാം, സിലബസ് കംപ്ലീറ്റ് ചെയ്യാം. നേരത്തെ നിങ്ങൾക്ക് എക്സാംസ് എഴുതി തുടങ്ങാം. നിങ്ങൾക്ക് റിവിഷൻ നേരത്തെ കഴിയും. നേരത്തെ എക്സാംസ് എഴുതുമ്പോൾ കൂടുതൽ സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം നമ്മുടെ ക്ലാസ്സുകൾ മെയ് 15 തന്നെ ഫസ്റ്റ് ബാച്ച് ആരംഭിക്കാൻ വേണ്ടി പോവാണ്. ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. ഇന്ന് തന്നെ ഡീറ്റെയിൽസ് മനസ്സിലാക്കി അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വേണ്ട സെന്റർ തിരഞ്ഞെടുത്ത് വേഗം മുമ്പോട്ട് പോകുക. സൈലത്തിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയാം, സീറ്റുകൾ വേഗം ഫില്ലാകും. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സീറ്റ് കഴിഞ്ഞ വർഷം അത് തന്നെയാണ്, സീറ്റ് കിട്ടാത്ത അവസ്ഥകൾ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വേഗം തന്നെ അഡ്മിഷൻ എടുത്ത് അടിപൊളിയായിട്ട് പഠിച്ച് മുമ്പോട്ട് പോവുക. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.